ഹായ് ഓൾ, വെൽക്കം ടു ക്യൂബിറ്റ് SSC ആൻഡ് RRB യൂട്യൂബ് ചാനൽ. നമ്മൾ ലൂസൻ സീരീസിൽ കെമിസ്ട്രിയിൽ 3 ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് തന്നെയാണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എന്താണ് എല്ലോട്രോപ്സ് എന്നുള്ളതാണ്. എല്ലോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസുമുള്ള സബ്സ്റ്റൻസിനെയാണ് എന്തറിയപ്പെടുന്നത്? എല്ലോട്രോപ്സ് എന്നറിയപ്പെടുന്നത്. എന്താണ് എല്ലോട്രോപ്സ്? സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസുമുള്ള സബ്സ്റ്റൻസിനെയാണ് എന്തറിയപ്പെടുന്നത്? എല്ലോട്രോപ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാർബണിൻ്റെ 3 എല്ലോട്രോപ്സ് ആണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് ഇത് ഡയമണ്ട്, സെക്കൻഡ് ഗ്രാഫൈറ്റ്, തേർഡ് വൺ ആണ് ഇത് ചാർക്കോൾ. ഓക്കെ, നെക്സ്റ്റ് ഡയമണ്ടിൽ നമുക്ക് അറിയാം അല്ലേ, ഏറ്റവും നാച്ചുറൽ കാണപ്പെടുന്ന ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് ഇത് ഡയമണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്യൂറസ്റ്റ് ഫോം ഓഫ് കാർബൺ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഡയമണ്ട് തന്നെയാണ്. ഈ ഡയമണ്ടിന് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി എന്താണ്? വളരെ കുറവാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. ഓക്കെ, ഹീറ്റും ഉണ്ട്. നെക്സ്റ്റ് വൺ, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്താണ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിന് ലൈറ്റിൻ്റെ സ്പീഡിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ്? ലൈറ്റിൻ്റെ സ്പീഡിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡ് വളരെ കുറയും. ലൈറ്റിൻ്റെ സ്പീഡ് കുറയുന്നത് കൊണ്ട് തന്നെ ആണ് ഈ ഡയമണ്ട് പെട്ടെന്ന് ട്വിങ്കിൾ ചെയ്യാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡയമണ്ടിന് എന്ത് കൂടുതലാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. നെക്സ്റ്റ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഹൈ ഡെൻസിറ്റിയുമാണുള്ളത്. അപ്പോൾ ഡയമണ്ട് നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിനെയും കൂടുതലായിട്ട് അല്ലേ നല്ല രീതിയിൽ കടത്തിവിടും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, ഗ്രാഫൈറ്റ്. നെക്സ്റ്റ് മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഗ്രാഫൈറ്റ്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ മെയിനായിട്ട് ഒരു എലമെൻറ്റ് യൂസ് ചെയ്യും. ആ എലമെൻ്റാണ് ഇത്? യുറാനിയം. ഏത് എലമെൻ്റാണ്? യുറാനിയം. ഈ യുറാനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ പഠിച്ചിരിക്കണം. ആറ്റോമിക് നമ്പറും ആറ്റോമിക് മാസും എന്തായാലും അറിഞ്ഞിരിക്കണം. യുറാനിയത്തിൻ്റെ ആറ്റോമിക് നമ്പറാണ് 92, മാസ് നമ്പറാണ് 238. എത്രയാണ്? 238. അപ്പം ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന മെയിൻ എലമെൻ്റ് ഏതാണ്? യുറാനിയമാണ്. ബട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന മോഡറേറ്റർ ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ലുബ്രിക്കൻ ഇൻ മെഷീൻസ്. അപ്പോൾ എന്താണ് ലുബ്രിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്തറിയപ്പെടുന്നത്? ലുബ്രിക്കൻ്റ്. അപ്പോൾ മെഷീൻസിലൊക്കെ ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ ഫ്രിക്ഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ലെഡ് പെൻസിലിൽ യൂസ് ചെയ്യുന്നുണ്ട് ഏത്? ഗ്രാഫൈറ്റ്. നെക്സ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ സ്റ്റീൽ മാനുഫാക്ചറിങ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടും ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് ഏത്? ചാർക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? ചാർക്കോൾ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സാണ് എന്തറിയപ്പെടുന്നത്? കാർബണൈസേഷൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? ചാർക്കോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എന്തറിയപ്പെടുന്നത്? കാർബണൈസേഷൻ. അപ്പം കാർബണിൻ്റെ റിച്ച് മെറ്റീരിയൽ ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ എങ്ങനെയാണ് ചാർക്കോൾ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ? കാർബൺ റിച്ച് മെറ്റീരിയൽ ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ഓർഗാനിക് മാറ്റർ. ഒരു ഓർഗാനിക് മാറ്റർ ഹീറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ചാർക്കോൾ ഫോം ചെയ്യുന്നത്. ഈ ഒരു ഫോമേഷനാണ് അറിയപ്പെടുന്നത് എന്ത്? കാർബണൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ചാർക്കോൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാന്നല്ലേ? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് എന്താ? കുക്കിംഗ് ആൻഡ് ഗ്രില്ലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് കോള് അഥവാ കൽക്കരിയിലെ മെയിൻ കമ്പണൻ്റ് ആണ് ഏത്? കാർബൺ. കൽക്കരിയിലെ കോളിലെ മെയിൻ കമ്പണൻ്റ് ആണ് ഏത്? കാർബൺ. അപ്പം 4 ടൈപ്പ് കോളുകളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രാസൈറ്റ് ആൻഡ് ബിറ്റുമിനസ് കോൾ അല്ലേ? ഏതൊക്കെയായിരുന്നു? പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രാസൈറ്റ് ആൻഡ് ബിറ്റുമിനസ് കോൾ. ഓക്കെ, അപ്പോൾ ഇതിൽ പീറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ ടു ബ്ലാക്ക് കളറുള്ള കോളാണ് എന്തറിയപ്പെടുന്നത്? പീറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹൈ മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള ഒരേ ഒരു കോളാണ് ഏത്? പീറ്റ്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. RRB എക്സാമിനും SSCയുടെ എക്സാമിനൊക്കെ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഏത്? ഹൈ മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള കോളിൻ്റെ ഫോർമേഷൻ ഏതാണ്? പീറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഹൈലി അസിഡിക് ക്യാരക്ടറാണ് ഏത്? പീറ്റിനുള്ളത്. പ്രൊവൈഡ്സ് ന്യൂട്രിയൻ ഫോർ പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു
കോളാണ് ഏത് പീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പീറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. അപ്പോൾ ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ലോവസ്റ്റ് റാങ്ക് ഓഫ് കോള് ലിഗ്നൈറ്റ് ആണ്. ലോ കാർബൺ കണ്ടന്റ് ആണ് എന്തിലുള്ളത്? പീറ്റിലുള്ളത്. നെക്സ്റ്റ് ഹൈ മോയ്സ്ചർ കണ്ടന്റ് ആണ് ഏതിലുള്ളത്? ലിഗ്നൈറ്റിലുള്ളത്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലിഗ്നൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ആന്ത്രാസൈറ്റ്. ഏറ്റവും ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഹയസ്റ്റ് റാങ്ക് ഉള്ള ഒരേ ഒരു കോൾ ഏതാണെന്നുള്ളത് അല്ലേ? ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. ഇനി ആ ഹയസ്റ്റ് റാങ്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും? ഹൈ കാർബൺ കണ്ടന്റ് ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ലോ മോയ്സ്ചർ കണ്ടന്റ് ആണ് ഏതിലുള്ളത്? ആന്ത്രാസൈറ്റിനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 3 ടൈപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി 4th ടൈപ്പാണ് ഏത്? ബിറ്റുമിനസ് കോൾ എന്നറിയപ്പെടുന്നത്. ബിറ്റുമിനസ് കോൾ. ബിറ്റുമിനസ് കോളിൻ്റെ ഈ ഒരു പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗ്നൈറ്റിനും ആന്ത്രാസൈറ്റിനും മിഡിലാണ് വരിക. ഏതിനൊക്കെയാണ് വരിക? ലിഗ്നൈറ്റിനും ആന്ത്രാസൈറ്റിനും മിഡിലിനാണ് ഏതിൽ വരിക? പ്യൂരിറ്റി വരിക? ബിറ്റുമിനസ് കോളിന് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും 4 കോളുകളുടെ ഫോർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്താണ് ഹൈഡ്രോ കാർബൺ അല്ലേ? ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ കാർബണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും കോമ്പൗണ്ടാണ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോ കാർബൺ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഹൈഡ്രോ കാർബണിൻ്റെ സ്റ്റഡി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഓർഗാനിക് കെമിസ്ട്രി അല്ലേ? എന്താണ് ഹൈഡ്രോ കാർബൺ? കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഈ ഒരു കോമ്പൗണ്ടിനെയാണ് എന്തറിയപ്പെടുന്നത്? ഹൈഡ്രോ കാർബൺ എന്നറിയപ്പെടുന്നത്. ഈ ഹൈഡ്രോ കാർബണിനെ കുറിച്ചുള്ള ഈ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് എന്തറിയപ്പെടുന്നത്? ഓർഗാനിക് കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നത്. നാച്ചുറൽ സോഴ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ ആണ് ഏത്? പെട്രോളിയം അല്ലേ? നാച്ചുറൽ സോഴ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ ആണ് ഏത്? പെട്രോളിയം. ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് പ്രിപ്പയർഡ് ഇൻ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്ത ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഏത്? യൂറിയ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ബേസിക് കാര്യങ്ങളാണ്. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഹൈഡ്രോ കാർബണിനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, സെക്കൻഡ് വൺ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, തേർഡ് വൺ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട് വരുന്നത്, കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട് വരുന്ന ഈ ഒരു ഹൈഡ്രോ കാർബൺ ആണ് എന്ത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്ത് പറയാം? കാർബൺ ആറ്റംസ് ആർ സിംഗ്ലി ബോണ്ടഡ് ആർ കോൾഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. എന്താണ്? കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളാണ് എന്തറിയപ്പെടുന്നത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. നെക്സ്റ്റ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഡബിൾ ബോണ്ടും പിന്നെ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ട്രിപ്പിൾ ബോണ്ടും വരുന്നതാണ് എന്തറിയപ്പെടുന്നത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഓക്കെ, അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ നമുക്ക് എങ്ങനെ പറയാം? കാർബൺ ആറ്റംസ് ആർ ഡബിൾ ബോണ്ട് ഓർ എന്ത് പറയാം? ട്രിപ്പിൾ ബോണ്ടുള്ള ഈ ഒരു ഹൈഡ്രോ കാർബൺ ആണ് എന്തറിയപ്പെടുന്നത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ഉണ്ട്. തേർഡ് വൺ ആണ് ഏത്? ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന് മറ്റൊരു പേരാണ് എന്ത്? അറീൻസ് എന്നറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഈ ഹൈഡ്രോ കാർബണിൽ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണിൽ ഈ അരോമ എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. ഈ അരോമ എന്നൊരു വേർഡ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്മെല്ലാണ് അല്ലേ? ഒരു സ്മെല്ലുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ് ഇത് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഓക്കെ, അപ്പോൾ ഇതിനെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത്? എക്സാമ്പിൾ ആണ് എന്ത്? ബെൻസീൻ. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരേ ഒരു ഏരിയ ആണ് ഇത് ബെൻസീനിൻ്റെ. അപ്പോൾ ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോമ്പൗണ്ടാണ്? ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ്, ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ്. ഈ ആരോമ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്മെല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ഏത്? ബെൻസീൻ അല്ലേ? ബെൻസീനിൻ്റെ കെമിക്കൽ ഫോമുലയാണ് എന്ത്? C6H6. ബെൻസീനിൻ്റെ കെമിക്കൽ ഫോമുലയാണ് എന്ത്? C6H6. അപ്പോൾ ഈ ബെൻസീനിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. സ്ട്രക്ചർ വരുന്നത് ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ് എന്ത് വരുന്നത്? ബെൻസീനിൻ്റെ ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ബെൻസീനിൻ്റെ ഷേപ്പ് വരുന്നത് എന്താണ്? ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഹൈഡ്രജൻ ആറ്റമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ എല്ലാം ഹൈഡ്രജൻ ആറ്റമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കാർബൺ ആയി അല്ലേ? 1 2 3 4 5 6. ഇവിടെയൊക്കെ ഡബിൾ ബോണ്ടാണ്. ഓരോ ഗ്യാപ്പിന് ഓരോ സിംഗിൾ ബോണ്ടിന് ശേഷം ഡബിൾ ബോണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട് ടോട്ടൽ? C6.
എച്ചോ ടോട്ടൽ 1 2 3 4 5 6 അല്ലേ, C6H6. ഇതാണ് ബെൻസീനിൻ്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇൻ കേസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ബെൻസീനിൻ്റെ കെമിക്കൽ ഫോമുലാസും ബെൻസീൻ എങ്ങനെയുള്ളതാണെന്നൊക്കെ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്നുള്ള ഈ ഒരു ഏരിയ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബെൻസീൻ്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇവിടെ എല്ലാം ഡബിൾ ബോണ്ടാണ് വരുന്നത്, ഡബിൾ ബോണ്ടാണ്. ഓക്കെ, ടോട്ടൽ കെമിക്കൽ ഫോമിൽ എന്തായിരുന്നു വരുന്നത്? C6H6. ഓക്കെ, നെക്സ്റ്റ് ആരോമാറ്റിക് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ഒരേ ആരോമാറ്റിക് കോമ്പൗണ്ടാണ് ഏത്? ടോളുവീൻ. ടോളുവീൻ്റെ കെമിക്കൽ ഫോമുല അറിഞ്ഞിരുന്നാൽ മതി. ഏതാണ്? C7H8. ഓക്കെ, ഏതാണ്? C7H8. ഇനി ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ മെയിനായിട്ട് എന്തിനൊക്കെ യൂസ് ചെയ്യുക? പ്രൊഡക്ഷൻ ഓഫ് ഡൈസ് അല്ലേ, ഡൈസിൽ യൂസ് ചെയ്യും. പ്ലാസ്റ്റിക്സ്, ഡ്രഗ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏത്? ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ് IUPAC? അപ്പോൾ നമ്മൾ ഈ ഹൈഡ്രോ കാർബണിനൊക്കെ നെയിംസ് കൊടുക്കുന്ന ഒരു അതോറിറ്റിയാണ് ഏതറിയപ്പെടുന്നത്? IUPAC എന്നറിയപ്പെടുന്നത്. എന്താണ് IUPAC? ഹൈഡ്രോ കാർബണിന് നെയിം കൊടുക്കുന്ന ഒരു അതോറിറ്റിയാണ് എന്തറിയപ്പെടുന്നത്? IUPAC. അപ്പോൾ എന്താണ് IUPAC? നമുക്ക് എന്ത് പറയാം? ദ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ്, IUPACന് ഫുൾ ഫോം ആണ്. ഫുൾ ഫോം എന്തായാലും അറിഞ്ഞിരിക്കണം. ദ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അല്ലേ. എന്താണ്? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, IUPACന് ഫുൾ ഫോം. അങ്ങനെയുള്ള അതോറിറ്റിയാണ് എന്തറിയപ്പെടുന്നത്? IUPAC. നെക്സ്റ്റ്, ഈ അതോറിറ്റി എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇതും PYQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 1919 ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നതാണ് ഏതൊക്കെ? സൂറിച്ചും സ്വിറ്റ്സർലാൻഡും ആണ് ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, നമ്മൾ ഈ ഹൈഡ്രോ കാർബണിന് നെയിംസ് കൊടുക്കുന്നത് കാർബൺ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാർബൺ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് IUPAC നെയിംസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ പേര് കൊടുക്കുക എന്താ? മെത്ത് എന്നാണ്. ഒരു കാർബൺ ആറ്റം വന്നാൽ എന്താ പേര് കൊടുക്കുക? മെത്ത്. 2 വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് എന്ത്? എത്ത്. 2 കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ എത്ത്. 3 കാർബൺ ആറ്റം ആണെങ്കിൽ എന്താ? പ്രൊപ്പ്. 4 ബ്യൂട്ട് അല്ലേ. 5 പെൻഡഗൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പെൻഡഗൺ അല്ലേ, പെൻഡഗൺ എന്ന് കേട്ടിട്ടുണ്ട്. ബാക്കി ഇതാ ഹെക്സഗൺ. 6 എന്താണ്? ഹെക്സഗൺ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഹെക്സ്. നെക്സ്റ്റ് ഹെപ്റ്റഗൺ അല്ലേ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ, ഡെക്കഗൺ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് മുതൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. പെൻഡ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ IUPACക്ക് നെയിംസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ എന്തായാലും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ഈ ഹൈഡ്രോ കാർബണിനെ നമ്മൾ പറഞ്ഞു അല്ലേ, ഈ അൺസാച്ചുറേറ്റഡിൽ വരുന്നത് ഏതൊക്കെയാണ്? സിംഗിൾ ബോണ്ട് വരുന്നത് മാത്രം. സിംഗിൾ ബോണ്ട് അല്ല, ഡബിൾ ബോണ്ടും അല്ലെങ്കിൽ എന്ത് പറയാം? ട്രിപ്പിൾ ബോണ്ടും വരുന്നതാണ് എന്ത്? അൺസാച്ചുറേറ്റഡ് അല്ലേ. സാച്ചുറേറ്റഡിൽ വരുന്നതോ? സാച്ചുറേറ്റഡിൽ ഏതായിരുന്നു വരുന്നത്? സിംഗിൾ ബോണ്ട് ആണല്ലോ വരുന്നത്. കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ സിംഗിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട് വരുന്ന ഈ ഹൈഡ്രോ കാർബണിനെ പറയുന്ന പേരാണ് എന്ത്? ആൽക്കെയിൻ. എന്താണ്? ആൽക്കെയിൻ. അപ്പോൾ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണിനെ എന്ത് പറയപ്പെടുന്നു? ആൽക്കെയിൻ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ അല്ലേ, ഡബിൾ ബോണ്ട്. കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺസിനെയാണ് എന്തറിയപ്പെടുന്നത്? ആൽക്കീൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ആൽക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺസിനെയാണ് എന്തറിയപ്പെടുന്നത്? ആൽക്കൈൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് ഇതിൻ്റെ ജനറൽ ഫോമുല. ജനറൽ ഫോമുല വരുന്നതാണ് CnH2n+2. ആൽക്കെയിൻ്റെ ജനറൽ ഫോമുല എന്താണ്? CnH2n+2 അല്ലേ. നെക്സ്റ്റ്, ആൽക്കീൻ്റെ ആണെങ്കിലോ CnH2n. നെക്സ്റ്റ്, ആൽക്കൈൻ്റെ ആണെങ്കിൽ ഏതാ വരുന്നത്? CnH2n-2. ഓക്കെ, ജനറൽ ഫോമുല എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മളിപ്പം ഒരു 3 കാർബൺ ആറ്റം ഉണ്ട്. 3 കാർബൺ ആറ്റം. അപ്പോൾ ഇവിടെ Nന് പകരം 3 ആണെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? Nന് പകരം 3 കൊടുത്ത് നോക്കുക അല്ലേ. Nന് പകരം 3 കൊടുത്താൽ എത്രയാവും? 2 × 3 6, 6+2 എത്രയായി? 8. അപ്പോൾ C3H8 എന്താണ്? ഒരു ആൽക്കെയിനാണെന്ന് പറയാം. അപ്പോൾ അതാ മീതെയിൻ എങ്ങനെ പേര് വന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇതിൻ്റെ മുന്നത്തെ നമ്മൾ പറഞ്ഞു മെത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കാർബൺ ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ആണുള്ളത് അല്ലേ. 1 കാർബൺ ആണ്. ഈ എയിന് വരാനുള്ള കാരണം ആൽക്കെയിൻ്റെ അവസാനം എയിൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എയിന് വരാൻ കാരണം. അപ്പോൾ 1 കാർബൺ ഉള്ളത് കൊണ്ട് മീതെയിൻ അല്ലേ, മീതെയിൻ. നെക്സ്റ്റ്, ഇവിടെയാണെങ്കിലോ 2 കാർബൺ ഉണ്ട്. എങ്ങനെ ഈ C2H6 കിട്ടി? അത് നമുക്ക് നോക്കാം. C2 Nന് പകരം എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. H ടോട്ടൽ എത്ര വരിക? 2 × 2 4 4+2 6 അല്ലേ. അപ്പോൾ എത്ര വരും? C2H6.
നെക്സ്റ്റ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ അത്രേ പ്രൊപ്പ്, മെത്ത്, എത്ത്, പ്രൊപ്പ് 3 ആണല്ലോ അല്ലേ. C3 എച്ച് എത്രയായിരിക്കും വരിക? 3 × 2 6, 6 + 2 8, C3H8 ഏതായിരിക്കും? പ്രൊപ്പെയിൻ. അപ്പോൾ ഇതിൽ ജനറൽ ഫോർമുല ചോദിക്കും. ജനറൽ ഫോർമുല എന്തായിരുന്നു? CnH2n+2 ആണ്. അപ്പോൾ കെമിക്കൽ ഫോർമുലാസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ജനറൽ ഫോർമുല അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ കെമിക്കൽ ഫോർമുലാസ് ഒക്കെ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ, ഇതിൽ ഓഡ് 1 ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ആൽക്കീൻ. ആൽക്കീൻ്റെ ജനറൽ ഫോർമുലയാണ് ഏത്? CnH2n. എന്താണ്? CnH2n അല്ലേ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു ഇതാണ് എത്തിലീൻ. എത്തിലീൻ എക്സാമ്പിളാണ് ഒരു എത്തിലീൻ. എത്തിലീൻ നമുക്ക് എന്ത് എഴുതാം? ഈഥീൻ എന്നും എഴുതാം കേട്ടോ, ഈഥീൻ. അപ്പോൾ നോക്കുക, 2 കാർബൺ ആറ്റം, 2 കാർബൺ C2 വന്നു അല്ലേ. എന്നിന് പകരം എന്ത് കൊടുക്കുക? 2. അപ്പോൾ എന്ത് വരും? 2 × 2 4. അപ്പോൾ എന്ത് വരും? C2H4. ഇതാണ് എന്ത്? ഈഥീൻ അല്ലെങ്കിൽ എത്തിലീൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് പ്രൊപ്പീലിൻ. പ്രൊപ്പീലിൻ അല്ലെങ്കിൽ പ്രൊപ്പീൻ എന്നും പറയാം. പ്രൊപ്പീൻ അല്ലേ, പ്രൊപ്പീൻ എന്നും പറയാം. എന്ത് വരും? C3. എന്നിന് പകരം എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. 3 × 2 എത്ര വന്നു? 6 അല്ലേ. പ്രൊപ്പീൻ അല്ലെങ്കിൽ പ്രൊപ്പീലിൻ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ആണ് ആൽക്കൈൻ. ഓക്കെ, ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല എന്തായിരുന്നു? CnH2n-2. അപ്പോൾ ഇവിടെ എന്നിന് പകരം എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി അല്ലേ. എന്നിന് പകരം ഇപ്പോൾ 2 കൊടുക്കുകയാണെങ്കിൽ എത്ര വരിക? 2 × 2 4, 4 - 2 എത്ര വന്നു? C2H2. അസറ്റൈലിൻ എന്നറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണമല്ലോ. ആൽക്കൈൻ ഒരു എക്സാമ്പിളാണ് എന്ത്? അസറ്റൈലിൻ. അല്ലെങ്കിൽ എന്ത് പറയാം? മെത്ത്, എത്താണ്, ഈത്തൈൻ എന്നും പറയാം. ഓക്കെ, ഈത്തൈൻ അല്ലേ. 2 കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാലാണ് ഏത് വരിക? 2 കാർബൺ ആറ്റം വന്നാൽ മെത്ത്, എത്ത്. അപ്പോൾ എന്ത് നെയിം വരും? ഈത്തൈൻ എന്ന് നെയിമും വരും. നെക്സ്റ്റ് പ്രൊപ്പൈൻ. C3H4 എങ്ങനെ കിട്ടി? H ന് ടോട്ടൽ എത്ര കൊടുക്കുക? ഈ 3 കൊടുക്കുക. 3 × 2 6, 6 - 2 എന്ത് വന്നു? 4, C3H4. ഓക്കെ, അപ്പോൾ ഇതിൽ ജനറൽ ഫോർമുലാസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതിൽ ഓഡ് 1 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ഹൈഡ്രോ കാർബൺസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഏത്? മീതെയിൻ. മീതെയിൻ്റെ കെമിക്കൽ ഫോർമുല പഠിച്ചിരിക്കണം അല്ലേ, CH4. ഈ മീതെയിന് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് മെത്തനോൾ ആൻഡ് അമോണിയ. അമോണിയൻ്റെ പ്രിപ്പറേഷനും ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനും മെത്തനോളിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഹൈഡ്രോ കാർബൺ ആണ് ഇത്? മീതെയിൻ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഫ്യുവൽ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഏത്? മീതെയിന്. LNGയിലും CNGയിലും ഒക്കെ മെയിൻ കമ്പണൻ്റ് ഏതാണ്? മീതെയിൻ ആണ് കേട്ടോ. LNGയിലും CNGയിലും ഒക്കെ മെയിൻ കമ്പണൻ്റ് ഏതാണ്? മീതെയിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഈഥീൻ. ഈഥീൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയായിരിക്കും വരിക? C2H4 അല്ലേ, C2H4. നെക്സ്റ്റ് ഈഥീൻ്റെ നമ്മൾ പറഞ്ഞു, ഈഥീൻ്റെ മറ്റൊരു നെയിമാണ് എന്ത്? എത്തിലീൻ എന്നും പറയാം അല്ലേ, എത്തിലീൻ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ നാച്ചുറൽ റൈപ്പണിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ. ഫ്രൂട്ട്സിനെ റൈപ്പണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് തന്നെയാണ് ഏത്? ഈഥീന്. ഓക്കെ, നെക്സ്റ്റ് ഈ CGL ടയർ 1 2022 CGL ടയർ 1 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചറൽ ഫോർമുല ഫോർ ഈഥീൻ അല്ലേ. ഈഥീൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് ചോദിച്ചത്. അപ്പോൾ എന്തായാലും സ്ട്രക്ചറൽ ഫോർമുല അറിഞ്ഞിരിക്കണം അല്ലേ. സ്ട്രക്ചറൽ ഫോർമുല എന്തായിരുന്നു? ഈഥീൻ്റെ C2H4 ആണല്ലോ. ഓപ്ഷനിൽ തന്നത് H2C ഡബിൾ ബോണ്ട് CH2 എന്നാണ് തന്നത് അല്ലേ. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് നോക്കിയാൽ മതി. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട് അല്ലേ. ഹൈഡ്രജൻ ആണെങ്കിലോ 4 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് പല രീതിയിലും വരും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഇത്രയും പോയിന്റ്സ് എന്താണ് നോക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഏത്? പ്രൊപ്പെയിൻ. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പെയിൻ എന്തിനാണ് യൂസ് ചെയ്യാന്ന്? പ്രൊപ്പെയിൻ എങ്ങനെയായിരിക്കും? C3H8. എന്തുകൊണ്ടാണ് ഈ C3H8 കിട്ടിയെന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഇവിടെ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ്? ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n+2 അല്ലേ, CnH2n+2. അപ്പോൾ എന്നിന് പകരം എന്ത് കൊടുത്താൽ മതി? 3 കൊടുത്താൽ മതി. അപ്പോൾ എത്ര വരിക? C3H 2 × 3 3 + 2 എത്ര കിട്ടി? 2 × 3 6, 6 + 2 എത്ര കിട്ടി? 8, C3H8. ഓക്കെ, നെക്സ്റ്റ് ഈ പ്രൊപ്പെയിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂവലിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് LPGയിലെ കണ്ടൻറ്റും എന്തുണ്ട്? പ്രൊപ്പെയിനും ഉണ്ട്, ബ്യൂട്ടൈനും ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലൊരു കണ്ടൻറ്റും ഉണ്ട്, LPGയിലൊരു കണ്ടൻറ്റും എന്തുണ്ട്? പ്രൊപ്പെയിൻ ഉണ്ട്. LPGയിൽ വേറൊരു കണ്ടൻറ്റാണ് ഏത്? ബ്യൂട്ടൈൻ. ഏതാണ്? ബ്യൂട്ടൈനും LPGയിലുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു മീതെയിന് ഏതൊക്കെയാണ്? LNGയിലും CNGയിലും മെയിൻ കമ്പണൻ്റ് ആണ് ഏത്? മീതെയിൻ. നെക്സ്റ്റ് വൺ ആണ് ബെൻസീൻ. നമ്മൾ കെമിക്കൽ ഫോമിലൊക്കെ പറഞ്ഞു അല്ലേ, C6H6. ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്ത് കോമ്പൗണ്ട് ആണ് പറഞ്ഞുള്ളൂ, പഠിച്ചു അല്ലേ. ഏതാണ്? ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ്. നെക്സ്റ്റ് ഈ ബെൻസീൻ എന്തിനാ യൂസ് ചെയ്യുക? ഡ്രഗ്സ്, ഡൈസ്, പ്ലാസ്റ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് വൺ ആണ് ടൊളുവിൻ.
ടൊളുവീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു ഹൈഡ്രോ കാർബണാണ്. ഇതൊരു ആരോമാറ്റിക് ഹൈഡ്രോ കാർബണാണ് അല്ലേ. C7H8 ആണ് എന്ത് കെമിക്കൽ ഫോമുല വരുന്നത്, ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ്. ഇനി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബെൻസീനിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതർ കെമിക്കൽസിനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ടൊളുവീന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലോ, മനസ്സിലായല്ലോ. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ എഴുതിയ നോട്ട്സും എല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.